ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന മഹനീയ കുടുംബത്തിലെ മുഖ്യ അഡ്മിൻ ബഹുമാനപ്പെട്ട ശ്രീ അനിൽജി അവർകൾ, ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർകൾ, ശ്രീമതി സുലേഖ ഷാജി മാം, ഈ കുടുംബത്തിലെ ആത്മസഹോദരങ്ങൾ, ഈ ഗ്രൂപ്പിനെ കാര്യഗൗരവമായി നയിക്കുന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾ, മിടുമിടുക്കരായ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം കർക്കിടകം 1 മുതൽ മഹാഗുരുവിൻ്റെ സമാധി ദിനമായ കന്നി 5 വരെ വീണ്ടും സമാരംഭം കുറിച്ചിരിക്കുകയാണല്ലോ. മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഈ യജ്ഞാചരണത്തിൽ ആത്മോപദേശം ശതകത്തിലെ 34-ാമത്തെ ശ്ലോകം മനനം ചെയ്ത് സമർപ്പിക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിനൊരവസരം ഒരുക്കിത്തന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ തനിമയുള്ള സത്യദർശനത്തെ തനിമയോടുകൂടി ആധുനിക മനസ്സിന് മനസ്സിലാകുന്ന ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആത്മോപദേശ ശതകത്തിലാണ്. 1897 തൃപ്പാദങ്ങൾ അവിടുത്തെ തത്വശാസ്ത്ര ഗ്രന്ഥമായ ആത്മോപദേശ ശതകം രചിച്ചു എന്ന് കരുതപ്പെടുന്നു. ഋഷീശ്വരനും പരമാചാര്യനുമായ തൃപ്പാദങ്ങൾ കാരുണ്യപൂർവ്വം അരുളി ചെയ്ത വേദവും വേദാന്ത നവതീതവുമാണ് ആത്മോപദേശ ശതകം. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഈ കൃതി രചിച്ചത്. ദീർഘകാലത്തെ വേദാന്ത പരിചയം കൊണ്ടും സ്വന്തം മനഃശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വങ്ങളെ ഗുരു ഈ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. ആത്മോപദേശ ശതകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശം എന്നാണ്. പരമമായ സത്യം അറിവാണ്. അതാണ് ആത്മാവ്. പരമാത്മാവ് അറിവിൻ്റെ രൂപത്തിൽ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആ ആദിമഹസ്സിനെ സാക്ഷാത്കരിക്കണം. ആത്മോപദേശ ശതകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത്. പ്രധാനമായും അറിവിനെപ്പറ്റിയും മോക്ഷത്തെപ്പറ്റിയും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മോപദേശ ശതകമെന്നും 100 ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതിനാൽ ശതകം എന്നും നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിലാണ് ഇതിൻ്റെ രചന. ഗുരു തന്നെ ഈ കൃതി വായിച്ച് കേട്ട് തിരുത്തലുകൾ വരുത്തി പുനഃപ്രസിദ്ധീകരിച്ചു എന്നറിയുമ്പോൾ തന്നെ ഈ കൃതിയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുമ്പോൾ വ്യക്തമായി കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഉണ്ടായിരിക്കുന്നത് ആകെയുള്ള ഉണ്മയുടെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ സൂക്ഷ്മമായി ഞാൻ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്ന ഉണ്മയും ആകെ ഉള്ള ഉണ്മയും രണ്ടല്ല എന്ന് തെളിഞ്ഞു കിട്ടും. എന്നെ സംബന്ധിക്കുന്ന അറിവും ആകെ സത്യത്തെ സംബന്ധിച്ചുള്ള അറിവും രണ്ടറിവല്ല എന്ന് ബോധ്യപ്പെടും. ഞാൻ എന്നെ പൂർണ്ണമായിട്ടറിയുമ്പോൾ എനിക്ക് ഞാനായി ജീവിക്കുന്നത് എളുപ്പമായി തീരും. ബ്രഹ്മത്തെപ്പറ്റിയും അതിൻ്റെ പരിശീലനത്തെപ്പറ്റിയും അനുഭവങ്ങളെപ്പറ്റിയും അതിൽ അവസാനം അലിഞ്ഞു ചേരുന്നതിനെപ്പറ്റിയും ഗുരു ഇതിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വാനുഭവത്തിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് വെറും വായനയിലൂടെ തന്നെ ദിവ്യത്വം പകർന്ന് അനുഭവിക്കാൻ ഉതകുന്ന ഒരു കൃതിയാണിത്. ആ സ്ഥിതിക്ക് ഈ കൃതി വേണ്ട പോലെ മനനം ചെയ്ത് ഗ്രഹിക്കുക കൂടി ചെയ്യുന്നവർ
ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹമായി തീരുന്നതാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലെ 34-ാമത്തെ മന്ത്രം ചൊല്ലി അർത്ഥവിചാരം നടത്തുകയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. പദ്യം ചൊല്ലാം. അരനൊടി ആദിയരാളി ആർന്നിടും തേരുരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം. അറിവിലനാദിയതായി നടന്നിടും തൻ തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. അരനൊടി, അരനിമിഷം. ആദിയരാളി, ആരക്കാലുകൾ. ആർന്നിടും, ഘടിപ്പിച്ച. തേരുരുളിലേറി, കാലമാകുന്ന രഥചക്രത്തിൽ കയറി. ഉരുണ്ടിടുന്ന ലോകം, ലോകം സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അറിവിൽ, ബോധസത്യത്തിൽ. അനാദിയതായി, എന്ന് തുടങ്ങി എന്ന് അറിയാൻ കഴിയാത്ത വിധം. നടന്നിടും, തുടർന്നുകൊണ്ട് ഇരിക്കുന്ന. തൻ തിരുവിളയാടൽ, തൻ്റെ ദിവ്യ ലീലയാണ്. ഇതെന്നറിഞ്ഞിടേണം, ഇതെന്ന് വിചാരം ചെയ്ത് അറിയണം. നിമിഷമാത്രമായ ആരക്കാലോട് കൂടിയ രഥചക്രത്തിൽ കയറി ലോകം ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. അറിവിൽ കാലാതീതമായി നടന്നുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ തിരുവിളയാടലാണ്, അല്ലെങ്കിൽ ഒരു ലീലയാണ് ഈ ലോകവും ജീവിതവുമെന്ന് നാം മനസ്സിലാക്കണം. തേരോട്ടത്തിൽ സദാ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം തേരിൻ്റെ ചക്രമാണ്. ചക്രത്തിന് അനേകം ആരക്കാലുകൾ ഉണ്ടാവും. ചക്രത്തിൻ്റെ ഓരോ ആരക്കാലും അതിനോട് ചേർന്ന വളവും മുറമുറയായി വന്ന് തറയോട് ചേരുന്നു. കാലചക്രം തിരിയുന്നതിലും ഈ സവിശേഷത കാണാം. കാലചക്രം തിരിയുമ്പോൾ ഓടുന്ന തേര് ജഗത്താണ്. ഈ തേരുരുളിൻ്റെ ആരക്കാലുകളാണ് നിമിഷം, മിനിറ്റ്, മണിക്കൂർ, പകൽ, രാത്രി, ദിവസം, പക്ഷം, മാസം, സംവത്സരം ഇവയെല്ലാം. ഇവയാണ് അരനൊടി ആദിയരാളി എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കാലം. ലോകം നമ്മളിലേക്ക് കടന്നു വരുന്നത് അനുഭവങ്ങളുടെ നുറുങ്ങുകളായിട്ടാണ്. എത്രയെത്ര ദൃശ്യങ്ങളാണ് മാറി മാറി മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരനുഭവം ഉള്ളിലും വെളിയിലും ഒരേപോലെ തങ്ങി നിൽക്കുമ്പോൾ അതിനെ അരനൊടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ മാത്രമേ അനുഭവത്തിന് നിലനിൽപ്പുള്ളൂ. അടുത്ത ക്ഷണം വേറെ വേറെ അനുഭവം വർത്തമാന കാലത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ തൊട്ടു മുൻപുണ്ടായിരുന്ന അനുഭവം ഭൂതകാലത്തിൻ്റെ ചെപ്പിലേക്ക് പിൻവാങ്ങുന്നു. ഒരനുഭവം വർത്തമാനകാലത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ആദിയിൽ ഇനി വരാനിരിക്കുന്ന അനുഭവത്തിൻ്റെ സാധ്യത തയ്യാറായിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഈ ശാസ്ത്രീയമായ ചലനാത്മകതയെ ഒരു രഥചക്രത്തിനോടാണ് ഗുരു ഉപമിച്ചിരിക്കുന്നത്. ഭഗവാൻ ഒരു വ്യക്തിത്വ ഭാവമുണ്ട്. അതുകൊണ്ടാണ് തൻ തിരുവിളയാടൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. തൻ എന്നത് വ്യക്തികളോട് മാത്രം ചേർന്ന് പ്രയോഗിക്കാവുന്നതാണ്. കളിക്കുമ്പോൾ നാം രസിക്കുന്നു. ഭഗവാനും തൻ്റെ വിളയാട്ടത്തിൽ സ്വയം രസിക്കുന്നു. ആ രസാനുഭവത്തിൻ്റെ ഭാഗമാണ് നാം എല്ലാ പേരും. ഭഗവാന്റെ രസാനുഭവത്തിൻ്റെ ഭാഗമായി തീരട്ടെ നമ്മുടെ ജീവിതവും. എൻ്റെ ഈ വാക്കുകൾ ഗുരുദേവ തൃപാദ കമലങ്ങളിൽ അർപ്പിക്കുന്നു. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.